വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ ചങ്കുവെട്ടിക്കൊണ്ട് 4 വർഷം ദർസ് നടത്തിയിരുന്നു. അവിടെ ഒരു മുഹമ്മദ് കുട്ടിയാക്കയുണ്ട്. മുഹമ്മദ് കുട്ടിയാക്കയുടെ പ്രത്യേകത, പരിസരത്ത് എവിടെയൊക്കെ ദിക്റിന്റെ മജ്ലിസുകളുണ്ടോ എല്ലായിടത്തും മുഹമ്മദ് കുട്ടിയാക്ക പോകും. വളരെ സാധുവാണ്, വലിയ ഇൽമൊന്നുമില്ല, പക്ഷെ ഉള്ള ഇൽമ കൊണ്ട് നന്നായി അമല് ചെയ്യും. ഖുത്ബ ഞാൻ ഓതുമ്പോൾ പലപ്പോഴും അദ്ദേഹം സദസ്സിലുണ്ടാകും. നാടനായ ആളാണ്, പക്ഷേ ഞാറെന്ന് പറയുമ്പോ നരകത്തെ കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക ഇരുത്തം ഇങ്ങനെ കാണാം. അദ്ദേഹത്തിന്റെ മുഖത്തതിന്റെ ഭാവമാറ്റം കാണാം. വഅദ് പറയുമ്പോൾ ഒരു വലിയ താല്പര്യത്തോടെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. എല്ലാ ദിക്റിനും അദ്ദേഹം പോകും. പരിസരത്തുള്ള മഹല്ലുകളിലൊക്കെ ദിക്റിന്റെ ദിവസം തേടി അവിടേക്ക് പോകും. അദ്ദേഹം ഇവിടെ പറഞ്ഞത് എപ്പോഴാണ്? അസ്ർ നിസ്കരിക്കുമ്പോൾ. അസ്ർ നിസ്കാരത്തിന് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുന്നത് കണ്ടു. പിന്നീട് അദ്ദേഹം എണീറ്റിട്ടില്ല. സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹവും മരണപ്പെട്ടു. സഹോദരന്മാരെ, കൊതിച്ചു പോകുന്ന മരണങ്ങളല്ലേ ഇത്? നമുക്കും ഇങ്ങനെ ഒരു യാത്രയില്ലേ? നമ്മുടെ ഈ വലിയ നെട്ടോട്ടങ്ങൾക്കൊടുവിൽ ഒരു അവസാനത്തെ സെക്കൻഡ് ഉണ്ട്. ആ സെക്കൻഡ് ഒന്ന് ഭാസുരമാകേണ്ടതില്ലേ? പ്രിയപ്പെട്ട ഷമീർ ഹസനി ഉസ്താദിന്റെ ഉപ്പയും ഇവിടെ പറഞ്ഞത്, ഹോസ്പിറ്റലുകളിൽ കുറച്ച് ദിവസങ്ങൾ എന്നല്ല 4 വർഷത്തിലധികം നിരന്തരമായ രോഗപീഠകളിലായി. അറിയാമല്ലോ, ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആഖിറത്തിൽ വലിയ പദവികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ പദവികൾക്ക് മാത്രമുള്ള വലിയ അമലുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടുമില്ല എങ്കിൽ അല്ലാഹു അദ്ദേഹത്തെ നൽകുന്ന വലിയ ഒരു പരീക്ഷണമാണ് രോഗമെന്നത്. ഇദാ സബഖത ലിൽ അബ്ദി മിനല്ലാഹി തആല മൻസിലതൻ ലം യനൽഹാ ബിഅമലിഹി, അമൽ കൊണ്ട് നേടിയെത്താൻ കഴിയാത്ത വലിയ സ്ഥാനമാനം ഒരാൾക്ക് പരലോകത്ത് അല്ലാഹു നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും. വഫീ അഹ്ലിഹി വമാലിഹി, കുടുംബത്തിലും സമ്പത്തിലും വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടും. സുമ്മ സബ്ബറഹു അലാ ദാലിക, പിന്നെ അതിനെ മേൽ ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകും. ഹത്താ യനാലൽ മൻസിലത്തല്ലതി സബഖത ലഹു മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്ഥാനത്തിലേക്ക് അയാൾ എത്തിച്ചേരാൻ വേണ്ടി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് പറയുന്നു. സഹോദരന്മാരെ, 5 വർഷത്തോളം ഓരോ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഡയാലിസിസിന് വിധേയമായി വളരെ പ്രയാസം സഹിച്ചു. പക്ഷേ ആ പ്രയാസങ്ങളുടെ ഒടുവിൽ അവസാനം സന്തോഷമുണ്ടായി. ആ മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ വലിയ ആബിദത്താണ് അവരുടെ വല്യമ്മ, ഷമീർ ഉസ്താദിന്റെ വല്യമ്മ, എന്റെ വല്യപ്പയുടെ സഹോദരിയാണ് അവർ. വലിയ ആബിദത്താണ്, എപ്പോഴും ഖുർആൻ ഓതുന്ന. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയാൽ ഖുർആൻ ഓത്താണ്. 2 കാലിലും നടക്കാൻ കഴിയില്ല. പക്ഷേ മക്കളോട്, മരുമക്കളോട് എന്നെ ഒന്ന് ഇരുത്തിയിട്ട് ആ കസേരയിൽ ഒന്ന് ഇരുത്തണമെന്ന് പറയും. കസേരയിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് കസേരയിൽ അങ്ങ് ഇരുന്നിട്ട് ഖുർആൻ, ഒരു വലിയ ഖുർആൻ, ഷമീർ ഉസ്താദിന്റെ ഖുർആൻ ഓതാനുള്ള സ്റ്റാൻഡുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഖുർആൻ വെച്ച് ഓതാൻ തുടങ്ങും. ആ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖുർആൻ ഓതും. റമദാൻ ഒരു 4ഓ 5ഓ ഒക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ അവിടെ കാണാൻ പോകാറുണ്ട്. ഞങ്ങളുടെ അമ്മായിയാണ്. അപ്പൊ പറയും, ഇക്കുറി ഓതിയിട്ടുള്ള ഇല്ല, ആകെ 2ഓ 3ഓ ഖത്മേ ആയിട്ടുള്ളൂ, 4ഓ 5ഓ ആയിട്ടുള്ളൂ. റമദാൻ അപ്പോഴേക്കും 4ഉം 5ഉം ഖത്മ തീർത്തിട്ടുണ്ടാകും. 6 മണിക്ക് തുടങ്ങിയാൽ പിന്നെ വഹാ സമയത്തൊന്ന് വഹാ നിസ്കരിക്കും. പിന്നെയും ഒത്തു തുടരും. നിസ്കാരത്തിനല്ലാതെ ചിലപ്പോഴൊക്കെ ആ ഒരൊറ്റ വുളൂ കൊണ്ട് അസ്ർ വരെ നിസ്കരിക്കാറുണ്ട് അത്രേ. അങ്ങനെ ഇരുന്നുള്ള ഓത്താണ്. അവരുടെ മുൻപിൽ വെച്ച് അവരുടെ കൈ പിടിച്ചുകൊണ്ട്, സ്വന്തം മകനെ ഉമ്മ കൈ പിടിക്കുകയാണ്. ആ കൈ പിടിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് മക്കളൊക്കെ നന്നായി ഖുർആൻ ഓതുന്നു. ഒരു ഭാഗത്ത് ബുറുദ ചൊല്ലുന്നു. എല്ലാത്തിന്റെയും സാഹചര്യത്തിൽ ഒരു ആത്മീയമായ അന്തരീക്ഷത്തിൽ വെറും അരമണിക്കൂർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അരമണിക്കൂർ വീട്ടിലെത്തി ഈ ഒരു ആത്മീയപരമായ അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നു. ആ മയ്യത്ത് കണ്ടു പോകുമ്പോ എന്റെ നാട്ടിലെ ഒരു ഉസ്താദ്, എന്റെ കുടുംബത്തിലെ ഒരു ഉസ്താദ് പറഞ്ഞു,
ചെറിയാക്ക എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാറുള്ള സ്നേഹത്തോടെ. ചെറിയാക്കയുടെ മരണം കണ്ടാൽ ഇങ്ങനെയൊക്കെയുള്ള മരണമാണെങ്കിൽ കടവും ബാധ്യതയും ഒക്കെ തീർന്നെങ്കിൽ ഒന്ന് അങ്ങനെയുള്ളൊരു മരണം കിട്ടിയാൽ ഒന്ന് പോകാമായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം 24 വർഷം വിദേശത്ത് കഠിനമായ പ്രയാസങ്ങൾ സഹിച്ചു. എന്റെ ഉപ്പ അവരുടെ കൂടെ കുറച്ചു കാലം വിദേശത്തുണ്ടായിരുന്നു. ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാലും പലപ്പോഴും ശമ്പളമൊന്നും കിട്ടാതെ പ്രയാസപ്പെട്ടു. ഏക മകനായ മുഹമ്മദ് ഷമീർ ഹസനി ഉസ്താദ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. 10 വർഷത്തിലധികമുള്ള ഞങ്ങളുടെ പഠനത്തിലധികവും ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചവരാണ്. ഒരുപാട് ദൈന്യതയുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് കടന്നുപോയത്. ചെറിയ ഒരു വീടുണ്ടാക്കി, അത് തന്നെ ഓടിട്ട ഒരു വീടല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന വീട് ഷമീർ ഉസ്താദ് സ്വന്തമായി ഉണ്ടാക്കിയതാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു രൂപ പോലും ഒരുപക്ഷെ ഉപ്പയുടേതുണ്ടാവില്ല. അത്രയും അധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ആ മകനെ ആലിമാക്കാനുള്ളൊരു വലിയ ഉറച്ച തീരുമാനമെടുത്തതിന്റെ പേരിൽ, അതുപോലെ ശൈഖുനടക്കമുള്ള ഉസ്താദുമാരോട് ആലിമീങ്ങളോട് വലിയ സ്നേഹവും ബന്ധവും, ഉസ്താദ് നൽകുന്ന ദിക്റുകളുടെ ഇജാസത്തുകൾ, ബഹുമാനപ്പെട്ട റഈസുൽ ഉസ്താദ് നൽകുന്ന ദിക്റിന്റെ ഇജാസത്തുകളൊക്കെ അങ്ങനെ ചൊല്ലി കൃത്യമായി ചൊല്ലി വലിയ ഒരു സാധാരണക്കാരാണെങ്കിൽ വലിയ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അല്ലാഹു അവിടുത്തെ മരണം നന്നാക്കി പുഞ്ചിരിച്ച് മരിച്ചു കിടക്കുന്നു. ഇങ്ങനെ എത്ര സാധാരണക്കാര് മരിച്ചുപോയി. സഹോദരന്മാരെ, നമുക്കുണ്ടൊരു സമയം, ആ സമയത്ത് നമുക്കും പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരും സാധാരണക്കാരുമായ ആളുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു പോയ ഇമ്മത്തുകളുടെ ചരിത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാണ്. ആലിമീങ്ങളെ ഇഷ്ടം വെച്ച്, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച്, ഇൽമിന്റെ അഹ്ലുകാരോട് ചേർന്ന് നിന്ന് ജീവിച്ചാൽ നമ്മുടെ അന്ത്യം സുമംഗളമായിരിക്കും. ആ അന്ത്യമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. ആളുകളൊക്കെ കരഞ്ഞപ്പോൾ ചിരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞുവെങ്കിൽ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. പുഞ്ചിരിച്ചൊന്ന് മരിക്കണം. അതിനു വേണ്ടിയാവട്ടെ നമ്മുടെ ഈ ദുൽഹിജ്ജയുടെ അവസാനത്തിലുള്ള പ്രതിജ്ഞ. ഇൻഷാ അല്ലാഹ് മുഹറം വരികയാണ്. പുതിയൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തു സഹോദരങ്ങളെ. ജമാഅത്തുകളിൽ കൃത്യമായൊന്ന് പങ്കെടുക്കാനുള്ള മനസ്സ് വെക്കൂ. റവാത്തിബ് സുന്നത്തുകൾ മുടങ്ങാതെ ഒന്ന് നിർവഹിക്കൂ. ദുഹാ നിസ്കാരം നിർവഹിച്ചാൽ 300-ലധികം സദഖ ചെയ്ത പുണ്യമാണ്. അതൊന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ഹദ്ദാദ് പതിവാക്കിയാൽ അവസാനം ആഖിബത്ത് നന്നാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ദിക്റുകളെല്ലാം ഹദീസിൽ വന്ന ദിക്റുകളാണ് അതിലുള്ളത്. ഹദ്ദാദൊന്ന് ജീവിതത്തോട് ചേർത്ത് വെക്കൂ. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ ഓരം പറ്റി ഈ സ്ഥാപനത്തെ സ്നേഹിച്ച്, മുതഅല്ലിമീങ്ങളോട് മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച്, ഇവിടെയുള്ള സംരംഭങ്ങളോട് ചേർന്ന് നിന്ന് ഒരേ ഒരു ലക്ഷ്യം, എന്റെ യാത്ര നന്നാകണം. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട്, ആഖിബത്ത് നന്നായിട്ട് ഒരു സുമംഗളമായ യാത്ര പോകണം. അതിനു വേണ്ടി മാത്രം ദുആ ചെയ്യണം. ഉസ്താദുമാരെ കാണുമ്പോൾ ദുആ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ലിസ്റ്റ് കൊടുക്കുമ്പോ ഒരിക്കലെങ്കിലും ഒരു ലിസ്റ്റ് കൊടുക്കണം. ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടക്കലിൽ ഒരു സഹോദരൻ 4 വർഷം വന്നിട്ട് എപ്പോ കൈ കൊടുത്ത് സലാം പറഞ്ഞാലും സലാം അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം പറയുന്ന ഒരൊറ്റ ദുആഇന്റെ വസിയ്യത്തേ ഉള്ളൂ. ഉസ്താദേ, ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ പെൺമക്കളെ ഉള്ളൂ. 35 വയസ്സായ പെൺമകൾ വീട്ടിൽ വിവാഹിതയല്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. മറ്റൊരു മകൾ വിവാഹം കഴിഞ്ഞ് വിവാഹമോചനം ചെയ്ത് വീട്ടിലുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും പള്ളിയിലെ ഉസ്താദിനോട് പറയാനില്ല. 95% എന്നെ കൈപിടിച്ചപ്പോഴൊക്കെ
ആ ദുആ പറഞ്ഞത് അദ്ദേഹം ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. ആ ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാകണം. അല്ലാഹു നമുക്കൊക്കെ ആഖിബത്ത് നന്നായ മരണം നൽകട്ടെ.